അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൊതുവെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് വ്യക്തിയുടെ സർവ്വതോന്മുഖമായ പുരോഗതിയാണ്. എല്ലാവിധത്തിലുള്ള പുരോഗതിയും കൈവരിക്കണം. അഭികാമ്യമായ എല്ലാ കാര്യങ്ങളിലും പുരോഗതി കൈവരിക്കണം. ഇതാണ് ലക്ഷ്യമാക്കുന്നത്. ഈ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രബോധനം എന്ന് പറയുന്നത്. പ്രബോധനത്തിൻ്റെ മാധ്യമങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് നാക്ക്, മറ്റൊന്ന് തൂലിക. ഈ രണ്ട് ആയുധങ്ങളിലൂടെയാണ് ലോകത്ത് വാസ്തവത്തിൽ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നതും വളർന്നതും പടർന്നതും. ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തെ അതിജയിച്ച് തോൽപ്പിക്കുന്നതുമെല്ലാം അങ്ങനെയാണ്. ഭരണകൂടങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഗതിവിഗതികളിൽ കാര്യമായ പങ്കുവഹിച്ചിട്ടുള്ളത് ഈ രണ്ട് ആയുധങ്ങളാണ്. മുസ്ലിമുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനുവേണ്ട പരിശീലനമാണ് ഇത്തരം പരിപാടികളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. സഭാകമ്പം തീർത്ത് സധൈര്യം ഓഡിയൻസിനെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുവാൻ യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ലാതെ നിഷ്പ്രയാസം തൂലിക ചലിപ്പിച്ച് ആശയങ്ങൾ എഴുതി ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള കഴിവ് നേടണം. വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കരുത്തുറ്റ വ്യക്തികളെ സൃഷ്ടിക്കുക എന്നതാണ്. വ്യക്തികളെ സംസ്കരിച്ചെടുത്ത് നല്ല മാതൃകാ വ്യക്തികളെ സൃഷ്ടിക്കുക എന്നതാണ്. വ്യക്തികൾ ഇന്ന് നമുക്ക് ധാരാളമുണ്ട്. മാതൃകാ വ്യക്തികൾ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത സംശുദ്ധരായ വ്യക്തികൾ ധാരാളമുണ്ട്. പക്ഷേ വ്യക്തികളുടെ പ്രവർത്തനത്തിന് പരിമിതിയുണ്ട്. കുറേ അധികം വ്യക്തികൾ ഒരുമിച്ചുകൂടി ഒരു പ്രവാഹം, ആ പ്രവാഹത്തിനാണ് ശക്തി ഉണ്ടാവുക. ഈ പ്രവാഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തിരുന്നത്. ആ പ്രവാഹത്തിൻ്റെ അപ്രതിഹതമായ മുന്നേറ്റത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർ ലയിക്കുന്നു. അപ്പോൾ അസംസ്കൃതരായ ആളുകളെ ഈ പ്രവാഹത്തിലേക്ക് ചേർത്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു. മാഉൽ കനീഫ് ഇദാ മഷാറ മുഖ്തലിതൻ ബിമാഇ നഹരിൻ ഫസാലത്ത് അൻഹു അഖ്ദാറു എന്നാണല്ലോ കവി പറഞ്ഞിട്ടുള്ളത്. കനീഫിലെ ടോയ്ലറ്റിലെ അല്ലെങ്കിൽ കക്കൂസിലെ വെള്ളം അത് മലിനമാണ്, മലിനമാണ്. ആ വെള്ളം ഒഴുകി തെളിനീരൊഴുകുന്നതായ പുഴയിലേക്ക് എത്തിച്ചേർന്നാൽ ആ വൃത്തികെട്ട വെള്ളം ശുദ്ധമായിത്തീരുന്നു. നേരെ മറിച്ച് അവിടെ ഒഴുകുന്ന പ്രവാഹം ഇങ്ങനെയുള്ള മലിനമായ വെള്ളമാണെങ്കിലോ, അതാണ് വലിയ പ്രവാഹമെങ്കിൽ അതിലേക്ക് തെളിനീരുകൾ, തോടുകൾ ഒഴുകി വന്നാൽ അതുകൂടി ചീത്തയായിത്തീരും. അപ്പം അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ, നന്മയുടെ, സ്വലാഹിൻ്റെ, ഖൈറിൻ്റെ പ്രവാഹം സൃഷ്ടിക്കണം. ആ പ്രവാഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർ ലയിക്കണം. അങ്ങനെയുള്ള പ്രവാഹം സൃഷ്ടിക്കുകയായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് ലോകത്ത് ചെയ്തത്. അതുകൊണ്ടാണ് ലോകത്ത് എന്നതിന് വളരെ കരുത്തുറ്റ അതിവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പൊക്കുവാനും ഭരണകൂടങ്ങൾ ഉണ്ടാക്കുവാനും മുസ്ലിമുകൾക്ക് സാധിച്ചു. ഈ പ്രവാഹം സൃഷ്ടിക്കുവാൻ ആവശ്യമായ അനിവാര്യമായ സംഗതിയാണ് പ്രബോധനം എന്നത്. പ്രബോധനത്തിൻ്റെ രണ്ട് ആയുധങ്ങളാണ് നാം പറഞ്ഞത്. ഒന്ന് നാക്ക്, മറ്റൊന്ന് തൂലിക എന്ന് പറഞ്ഞു. നാക്കും തൂലികയും ആയുധമാണെങ്കിലും ഈ ആയുധം ഉപയോഗിച്ച് പ്രകടിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള മേറ്ററുകളും ആശയങ്ങളുമൊക്കെ നമ്മുടെ വശം വേണം. അത് നിരന്തരമായ പഠനത്തിലൂടെ, വായനയിലൂടെ നേടിയെടുക്കേണ്ട സംഗതിയാണ്. ഒരു നാൾ സ്റ്റേജിൽ കയറി പെട്ടെന്ന് വാചാലമായി സംസാരിക്കാൻ ഒരുങ്ങിയാൽ മേറ്റർ കയ്യിലില്ലെങ്കിൽ, വിഷയം കയ്യിലില്ലെങ്കിൽ, ആശയം കയ്യിലില്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിയുകയില്ല. ആവേശത്തോടെ തൂലികയെടുത്ത് എഴുതാനൊരുങ്ങി നമ്മുടെ ഉള്ളിൽ ആശയമില്ലെങ്കിൽ എഴുതാൻ സാധിക്കുകയില്ല.
അതുകൊണ്ട് ആഴത്തിലുള്ള വിവരം ആ നേരത്തെ നേടിയിരിക്കണം. വിഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ വിളമ്പിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായി പഠിക്കുക, ആഴത്തിൽ ആധികാരികമായ വിഷയത്തിനെക്കുറിച്ച് പഠിക്കുക, നിരന്തരമായ വായന ശീലിക്കുക. നാം പ്രബോധിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷ ഏതാണോ, മാധ്യമം ഏതാണോ, അതിൽ അവഗാഹം നേടുക, ഭാഷയിൽ അവഗാഹം നേടണം. അപ്പം അതുകൊണ്ട് ഇത്തരം വേദികൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് ഈ വിഷയങ്ങളിൽ, കലകളിൽ പരിശീലനം നേടുക എന്നതാണ്. അങ്ങനെ കുട്ടികൾക്ക് ശരിയായ ധൈര്യം പകർന്നു കൊടുത്ത്, വിദ്യാർത്ഥികൾക്ക് ശരിയായ ധൈര്യം പകർന്നു കൊടുത്ത് സഭാകമ്പം നീക്കി പ്രതികരിക്കുവാനുള്ള ശേഷി നേടിക്കൊടുക്കുക. അങ്ങനെ കലാവല്ലഭന്മാരെ സൃഷ്ടിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സംരംഭം അല്ലാഹു തആല പൊരുത്തപ്പെട്ട രീതിയിലാക്കി തരുമാറാകട്ടെ, നല്ല സൽഫലം ഉളവാക്കുന്ന സംരംഭമാക്കി തരുമാറാകട്ടെ. നമ്മുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായും മുഖ്യപ്രഭാഷകനായും മുസ്തഫ പി അറക്കൽ അവர்கள் എത്തിച്ചേർത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പല പരിപാടികളും നേരത്തെ വന്ന് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. കരുത്തനായ എഴുത്തുകാരനാണ്. കാലികമായിട്ട് സന്ദർഭങ്ങളോട് സധൈര്യം പ്രതികരിക്കുന്ന എഴുത്തുകാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല ഉത്തരത്തിന് കരുത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എഴുത്തിനും തൂലികയ്ക്കും അള്ളാഹു നല്ല കരുത്ത് നൽകുമാറാകട്ടെ. ദീർഘകാലം സേവനം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.